എൻ്റെ ലൈഫിലും ഉണ്ടായ ഒരു സ്വപ്നം നമ്മളിന്ന് സാക്ഷാത്കരിക്കാൻ പോവാണ്. വേറെ ഒന്നല്ല, ഒരു ടെന്റ് നമ്മൾ വാങ്ങിക്കാൻ വേണ്ടി പോണ്. കളമശ്ശേരിയിൽ ഡെക്കത്തോളം അത് ക്ലോസ് ചെയ്തേക്കാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ടെന്റ് വാങ്ങിച്ചിട്ട് ടെന്റ് സംഭവം ഇരിക്കുന്നത്. എന്ത് പരിപാടി ചെയ്താലും അപ്പോൾ ഒരു മഴ ഉറപ്പാണ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് സോളോ ട്രാവൽ. സോളോ ട്രാവലിൻ്റെ മറ്റൊരു വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. സ്വപ്നങ്ങളാണ് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ പ്രേരിപ്പിക്കുന്ന ഏറ്റവും വലിയ ഊർജ്ജം. അപ്പോൾ നമ്മുടെ ലൈഫിൽ, അതായത് എൻ്റെ ലൈഫിലും ഉണ്ടായ ഒരു സ്വപ്നം നമ്മളിന്ന് സാക്ഷാത്കരിക്കാൻ പോവാണ്. വേറെ ഒന്നല്ല, ഒരു ടെൻറ്റ് നമ്മൾ വാങ്ങിക്കാൻ വേണ്ടി പോവാണ്. നമ്മുടെ വീഡിയോസൊക്കെ മുമ്പ് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. നമ്മൾ നാടുകാണി മൗണ്ടൻ്റെ നമ്മൾ വീഡിയോ ചെയ്തപ്പോൾ മെൽബിൻ ബ്രോയുടെ ടെൻറ്റിൽ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് ഒരു ടെൻറ്റ് കയറിയിട്ടാണ്, സ്റ്റേ ചെയ്തിട്ടൊന്നുമില്ല അന്ന്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ നമുക്ക് ടെൻറ്റ് ഓർമ്മ വാങ്ങിക്കണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിന്ന് ഡെക്കാഥ്ലോണിൽ പോവാണ് ഒരു ടെൻറ്റ് ഓർമ്മ സെറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ ഒരു കസിൻ ബ്രോയാണ്. അപ്പോൾ അവൻ്റെ കൂടെയാണ് നമ്മൾ കാറിലാണ് പോണേ. അപ്പോൾ ആ കാഴ്ചയിലേക്ക് പോകാം. ഇന്നത്തെ വീഡിയോ ഒരു ട്രാവലിങ്, അതിലുപരി ആ ഒരു ടെൻറ്റിൻ്റെ എല്ലാവരും അൺബോക്സിങ് കണ്ടിട്ടുണ്ടാവും. എന്നാലും നമ്മുടെ രീതിയിലായിട്ട് ഒരു അൺബോക്സിങ് വീഡിയോ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ വീഡിയോയിലേക്ക് നമുക്ക് പോവാം. നമ്മുടെ കൂടെ ഉള്ള എൻ്റെ ഒരു കസിൻ ബ്രോയാണ് കേട്ടോ, ജില്ല എന്നാണ് ആളുടെ പേര്. അപ്പോൾ നമ്മൾ അവൻ്റെ കാറിലാണ് പോണത്. എയർപോർട്ടിൽ നിന്ന് അത്താണി ലെഫ്റ്റ് എടുത്ത് നേരെ ഇപ്പോൾ എറണാകുളം റൂട്ടാട്ടോ. 47 ഇപ്പോൾ നമ്മൾ പോണേ. ഗൈസ്, അപ്പോൾ നമ്മുടെ ആലുവ എത്തിയിട്ടത്, നമ്മുടെ ആലുവ പാലം കയറാൻ പോണ്. ഡെക്കാഥ്ലോണിൽ എത്തിയിട്ടോ, പക്ഷേ ഇതെന്തോ ക്ലോസ് ആണെന്ന് തോന്നുന്നു. കളമശ്ശേരിയിൽ ഡെക്കാഥ്ലോൺ അത് ക്ലോസ് ചെയ്തേക്കാണ്. ഇവിടെ മറ്റേ GPS കൂടുതലായതുകൊണ്ട് പോലീസൊന്നും. അപ്പോൾ നമ്മൾ എന്തായാലും ഇനി വൈറ്റിലേ പോയിട്ട് വാങ്ങിക്കാമെന്ന് വെച്ചു. അപ്പോൾ നമ്മൾ നേരെ വൈറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതിൽ ചേട്ടൻ നമുക്ക് വീഡിയോ കവർ ചെയ്യാൻ പറ്റുമെങ്കിൽ എടുക്കാം. അല്ലെങ്കിൽ അപ്പോൾ ഈ കൊറോണ ഒക്കെ ആയതുകൊണ്ട് അപ്പോൾ നല്ല ടൈറ്റായിരിക്കും സിറ്റുവേഷൻ. ഇപ്പോൾ കളമശ്ശേരിയിൽ ഓപ്പൺ അല്ല, അവിടെ എന്തോ കേസ് കൂടുതലായതുകൊണ്ട് പോലീസ് അടപ്പിച്ചു. അപ്പോൾ നമ്മൾ നേരെ ഇനിയിപ്പോൾ വയറ്റിലേക്ക് വന്നു. വയറ്റിൽ ഓപ്പണാണ്. ഇനി ഇവിടെ നിന്ന് യൂട്ടേനെ എടുത്ത് തിരിഞ്ഞു വേണം പോകാൻ. നിർത്തി ആൾക്കാരെ വെച്ചിട്ടുണ്ട്. ടോക്കൺ അടിസ്ഥാനത്തിലാണ് നമുക്ക് കയറാൻ പറ്റുക. കറന്റ് നമുക്കൊരു 15 to 20 minutes വെയിറ്റിംഗ് ടൈം ഉണ്ട്. പേരെന്ന് പറയാവോ? കേട്ടില്ല. ആൻഡോ.
മൊബൈൽ നമ്പർ 95 44 95 44 76 00 48. വണ്ടി പാർക്ക് ചെയ്തിട്ട് വണ്ടി തന്നെ വെയിറ്റ് ചെയ്യാം. ടോക്കൺ റെഡി ആക്കിയാൽ SMS ഓക്കെ. കോവിഡിൻ്റെ ഇതായിട്ട് നമ്മളിപ്പോൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ടോക്കൺ എടുക്കണം. ടോക്കൺ എടുത്ത് നമ്മുടെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫോൺ നമ്പറിലേക്ക് SMS വന്നു കഴിഞ്ഞിട്ടാണ് നമുക്ക് അവിടെ പോയി ഇരിക്കാൻ പറ്റും. അവിടെ ആളുകൾ ഇങ്ങനെ ക്യൂ ആയിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവർ നമ്മുടെ നമ്പർ അയച്ചു കഴിയുമ്പോൾ നമ്മുടെ ഫോണിലേക്ക് മെസ്സേജ്, അങ്ങനെയാണ് ഇപ്പോൾ അവിടെ പറഞ്ഞത്. അപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് പാർക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ ടെൻറ്റ് വാങ്ങിച്ചിട്ട് ടെൻറ്റ് സംഭവം ഇരിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ അധികം നിൽക്കാൻ പറ്റില്ല. അവിടെ ഷോപ്പ് ചെയ്യണ സമയം നമ്മളൊരു 15 മിനിറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ്, സമയം ഭയങ്കര പരിമിതികളുള്ളതുകൊണ്ടും പിന്നെ ഇവിടെ നമുക്ക് അധികം നിന്ന് പുറത്തുനിന്ന് സംസാരിക്കാനോ പുറത്തിറങ്ങി നിൽക്കാനോ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സാധനം ടെൻറ്റ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. നമ്മളിന്ന് ചെന്നിട്ട് വീട്ടിൽ ചെന്നിട്ട് നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം. ഓക്കെ. അപ്പോൾ നമ്മൾ ടെൻറ്റൊക്കെ വാങ്ങിച്ചിട്ട് ഇവിടെ നമ്മൾ വീടിൻ്റെ അടുത്ത് വന്നു കേട്ടോ. ഇതിപ്പോൾ പുറകെ കാണുന്നത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു സ്പോട്ടാണ്. അങ്ങനെ അടിപൊളിയാണ്. ഇതിലൊരു ഫുൾ പച്ചപ്പാണ്. അപ്പോൾ നമ്മൾ ഇനി ടെൻറ്റ് ഒന്ന് അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ടെൻറ്റിൻ്റെ അൺബോക്സിങ് വീഡിയോ ഒക്കെ ഒത്തിരി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്നാലും നമ്മുടെ ഒരു അൺബോക്സിങ് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലല്ലോ. അപ്പോൾ നമുക്ക് ആ ടെൻറ്റ് ഒന്ന് അൺബോക്സ് ചെയ്യാം. നമ്മൾ തുറന്നു കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ അകത്ത് ഇത് എങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യാന്നുള്ളതിൻ്റെ ഒരു ഇൻസ്ട്രക്ഷൻ, അതൊരു പേപ്പർ ഉണ്ട് കേട്ടോ, മാർഗരേഖ എന്നൊക്കെ പറയണേ. അപ്പോൾ ഇത് വെച്ചിട്ട് നോക്കാം. നമ്മൾ ആദ്യമായിട്ടാണ് ടെൻറ്റ് ഇത്ര നേരിട്ട് കാണുന്നതും ഒക്കെ അത്ര ആദ്യമായിട്ടാണ്. അപ്പോൾ നമുക്ക് ഇതിൽ കുറേ ഇങ്ങനെ സംഭവങ്ങളുണ്ട്. എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, 1 1 1 2 3 എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സ്റ്റെപ്പായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും തുറന്നു കഴിയുമ്പോൾ കാണുന്നത് ഇങ്ങനെ ഒരു ചെറിയൊരു പാക്കേജ് സ്റ്റിക്കാണ്. നമ്മൾ റൗണ്ട് ചെയ്ത് ഇങ്ങനെ വെക്കാൻ പാകത്തിനുള്ള നല്ല ഒരുവിധം നല്ല വെയിറ്റൊക്കെ ഉണ്ട്. പിന്നെ ഇങ്ങനെ വന്നത് ഇതായിരിക്കും ടെൻറ്റിൻ്റെ മെയിൻ സംഭവം. ഈ ഒരു ഷീറ്റാണ് നമ്മൾ അകത്ത് ഫില്ല് ചെയ്ത് വെക്കണം, അകത്ത് വെക്കണം. ശരിക്കും ഇത് വിടർത്തിയിട്ടതേ ഇങ്ങനെ സെറ്റപ്പാണ്. നമ്മൾ ആ സ്റ്റിക്കൊക്കെ വെച്ച് ഒന്ന് സെറ്റ് ചെയ്ത് എടുക്കണം. നമ്മളിതിങ്ങനെ ടൈറ്റ് ചെയ്യേണ്ടെന്ന് ഇങ്ങനെ ജസ്റ്റ് ജോയിൻ്റ് ചെയ്ത് വെച്ചാൽ മതി. ഇങ്ങനെ വളഞ്ഞ് വെക്കുക. അതും കൂടെ സെറ്റ് ചെയ്തിട്ട് അവിടെ ജസ്റ്റ് ഒന്ന് അടുത്തേക്ക് ഒന്ന് കയറ്റി വെച്ചാൽ മതി. പിന്നെ ഇതിൻ്റെ ഈ ഗ്യാപ്പിൽ നമ്മൾ ഇവിടെ ഈ ഗ്യാപ്പിൽ ഇങ്ങനെ ഇടാം. സെയിം തന്നെ അപ്പുറത്ത്. ഇപ്പോൾ നമ്മുടെ കൂടെ ഒരാളും കൂടെ വന്നിട്ടുണ്ട്, ജോമിച്ചേട്ടൻ കേട്ടോ. ആള് നമ്മുടെ ഒരു കസിനാണ്. ആ സെൻറ്റർ ഇങ്ങനെ ഇട്ടാൽ പിന്നെ ഇത് പിന്നെ ഇങ്ങനെ ഓരോ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ എല്ലാത്തിലും ഓരോ സൈഡിലേക്ക് ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു ഷേപ്പിലേക്ക് ആവും. പിന്നെ ഇനി ഇത് കവർ ചെയ്യണ ഇതാട്ടോ, നമ്മളതിൻ്റെ മുകളിൽ കാണുന്ന ഇത് നമ്മൾ ഇത്ര സെറ്റ് ചെയ്തു. ഇത് 4 സൈഡ് നമ്മളത് ടൈറ്റ് ചെയ്ത് ഇങ്ങനെ സ്റ്റേ ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറിയൊരു ഹുക്കുണ്ട്. അങ്ങനെ ഇതിപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് വശം ഇതാണ്.
ഫ്രണ്ട് വശം ഇതാണ്. നമുക്ക് ഈ കവറും കൂടെ ഇടാം. ഇത് ഇപ്പുറത്തേക്ക് വന്നു. ഇത് ഫ്രണ്ടിലാണ്. അതല്ലോ അത് ഫ്രണ്ടിലാണ്. അല്ല ഇത് അകത്തേക്കാണ്. ഏടാ ഇതല്ലേ ഫ്രണ്ട്. ഇതാണോ ഇതാണ് ഫ്രണ്ട്. ഇതപ്പുറത്തേക്ക് ഇത് തിരിയിട്ടാ. അതല്ലടാ ഇതാണ്. ഇത് ബാക്ക് ഇത് ഇവിടെ വന്ന് കണ്ടാ നമ്മൾ കയറേണ്ട അതല്ലേ, മനസ്സിലായില്ലേ? കണ്ടാ എൻ്റർ ചെയ്താണ്. ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒരു ഇതുണ്ട്. അത് നമ്മൾ ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സൈഡ് മൊത്തം ടൈറ്റ് ആയിട്ടിരിക്കും. അത് മറ്റേ ഇത് അടിച്ചു വയ്ക്കാം. പിന്നെ ഇതിനകത്ത് മൊത്തം ഒരു ബാലൻസ് വന്നത് കുറേ ചെറിയ കമ്പിയുണ്ട്. നമുക്കത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കയറുണ്ട്. അത് നമ്മൾ ചിലപ്പോൾ നല്ല സ്ഥലത്ത് ചെന്ന് കഴിയുമ്പോൾ ടൈറ്റ് ചെയ്ത് നിർത്താൻ വേണ്ടി. ഇപ്പോൾ കാറ്റൊക്കെ വീശി കഴിഞ്ഞാൽ പോകുമല്ലോ. രണ്ടുമൂന്ന് കമ്പിയുണ്ട്. അപ്പോൾ നമ്മളതിങ്ങനെ അടിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സ്ട്രോങ് ആയിട്ട് നിന്നോളും. ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്ട്രോങ് ആയിട്ട് നിന്നോളും. അപ്പോൾ അത് 4 സൈഡിലേക്കും ഉള്ള കമ്പിയുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും തൽക്കാലം ഇപ്പോൾ ഇത് ഇങ്ങനെ അടിച്ച് വെക്കുന്നില്ല. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് കാണിക്കാമെന്ന് വേണ്ടിയിട്ടാണ്. ഇതേപോലെ നമ്മുടെ ടെൻറ്റ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ചെറിയൊരു നമുക്ക് ആ കമ്പി വെച്ച് അടിച്ച് വെച്ചാലാണ് അതൊരു മൂവിങ്, എന്താ പറയുക, കുറച്ച് ഫ്രണ്ടോട്ട് നീങ്ങിയാണ് നിൽക്കണേ. അതിൻ്റെ ഡിസൈനിങ് അങ്ങനെയാണ്. എന്നാലാണ് അത് ഇപ്പോൾ നമ്മൾ മഴയൊക്കെ പെയ്താലും അധികം വെള്ളം തിരക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നമ്മളിവിടെ ജസ്റ്റ് പൺപോസ്റ്റിങ് മാത്രമായതുകൊണ്ട് നമ്മൾ ഇവിടെ വേറെ ആണി അടിച്ചൊന്നും വെക്കുന്നില്ല. എന്നാൽ ആണി അടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ തള്ളി വയ്ക്കുമ്പോഴാണ് അത് ശരിക്കും ഇതിൻ്റെ മോഡൽ സെറ്റാവാം. പിന്നെ അതിനകത്തേക്ക് നമുക്ക് കയറാം കേട്ടോ. ചെറുതായിട്ട് ശുദ്ധം കൊണ്ട് തുറന്നിട്ടുണ്ടെങ്കിൽ ഇത്ര ഒരു സെറ്റപ്പായി. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ അകത്തേക്ക് കാണുന്ന ഒരു സ്പേസ് ഇതാട്ടോ. പക്ഷേ മറ്റേ ബാക്കിയുള്ള സ്ഥാനമൊക്കെ ഇട്ട് കഴിയുമ്പോൾ സെറ്റ് ആവുള്ളൂ. ഇത് കണ്ടോ, അടിപൊളി നല്ലൊരു ക്വാളിറ്റി, നല്ലൊരു ക്വാളിറ്റി ഉള്ള സാധനമാണ്. ലൈറ്റൊക്കെ ഇതിന് തൂക്കിയിടാം. പിന്നെ ബാക്ക് നമുക്കിത് ചെറുതായിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. നെറ്റ് മേളിൽ കൊതുകിൻ്റെ ഒരു നെറ്റ് സീനൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം പോയത് കളമശ്ശേരി പോയി കഴിഞ്ഞാൽ അവിടെ കൊറോണയുടെ ഇഷ്യൂ കാരണം കൊണ്ട് ക്ലോസ് ആയിരുന്നു. പിന്നെ നമ്മൾ വൈറ്റിലെ പോയി വാങ്ങിച്ച്. ഇതിപ്പോൾ 2999 രൂപയാണ്. 2-3 പേഴ്സണിന് നമുക്ക് ഇതിനകത്ത് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു ടെൻറ്റാണ്. അപ്പോൾ നല്ലൊരു ക്വാളിറ്റിയും ഒക്കെ ഉള്ളൊരു മെറ്റീരിയലാണ്. അപ്പോൾ നമുക്ക് കൊണ്ടുനടക്കാൻ. അപ്പോൾ നമ്മളപ്പോൾ നമ്മുടെ ഒരു ഡ്രീം നമ്മൾ അങ്ങനെ സാക്ഷാത്കരിച്ചേക്കാണ്. പക്ഷേ ആഗ്രഹങ്ങളാണ് നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഡ്രീമുകളൊക്കെ ഇങ്ങനെ ചെറുതോരുണ്ടെങ്കിൽ പറ്റുന്ന രീതിയിൽ അതൊക്കെ ഒന്ന് സക്സസ്ഫുൾ ആക്കാൻ വേണ്ടി നോക്കാം. അപ്പോൾ നമ്മൾ ഇനി തുടങ്ങിപ്പോയി കൊറോണയുടെ ഇഷ്യൂ ഒക്കെ മാറി കഴിഞ്ഞിട്ട് നമ്മളിനി ചെറുതായിട്ട് ടെൻറ്റ് സ്റ്റേ ഒക്കെ നമ്മളൊന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ടെൻറ്റ് സ്റ്റേയുടെ ഒക്കെ വീഡിയോസൊക്കെ ഉണ്ടാവും. ഈ കൊറോണ ഒക്കെ മാറുന്നതനുസരിച്ച് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മളത് പ്ലാൻ ചെയ്യണം. എന്തായാലും അത്തരത്തിലുള്ള ടെൻറ്റ് സ്റ്റേ വീഡിയോകളൊക്കെ ഇനി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. ബാക്കി ടെൻറ്റിൻ്റെ ചെറിയ കാഴ്ചകളാണ്. ചെറുതായിട്ട് മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട്. എന്ത് പരിപാടി ചെയ്താലും അപ്പോൾ ഒരു മഴ ഉറപ്പാണ്. അപ്പോൾ നമ്മൾ ടെൻറ്റ് വാങ്ങിച്ചിട്ട് എന്തായാലും അത് അൺബോക്സ് ചെയ്ത് നമ്മൾ സെറ്റ് ചെയ്തപ്പോൾ തന്നെ എന്തായാലും നമുക്കൊരു മഴ കിട്ടിയുണ്ട്. അപ്പോൾ നമ്മുടെ ബാക്കിത്തെ ടെൻറ്റ് സ്റ്റേയുടെ ഒക്കെ വീഡിയോയിലൊക്കെ ആ ഒരു ഇത് കിട്ടട്ടെ. മഴ അധികം വലിയ കാര്യമായിട്ട് കിട്ടിയില്ലെങ്കിലും നല്ല രീതിയിൽ സക്സസ്ഫുൾ ആവട്ടെ. വീഡിയോ കൂടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.